ഇന്ന് മുംബൈയിൽ വന്നിട്ട് എൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞാനും അനഘയും ജിത്തുവും ഞങ്ങളുടെ ആദ്യത്തെ കസിൻസ് ട്രിപ്പിന് വേണ്ടി റെഡിയായി. ഇനിയുള്ള 2 ദിവസം ഞങ്ങൾ പണ്ടത്തെ ഔറംഗാബാദ്, അതായത് ഇപ്പോഴത്തെ ഛത്രപതി സാംഭാജി നഗർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അവിടെയാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ അജന്ത എല്ലോറ കേവ്സ് ഉള്ളത്. മേമയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 6 മണിക്കൂറോളം യാത്രയുണ്ട്. അതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്ത് അവിടെയുള്ള സ്ഥലങ്ങൾ കാണാമെന്ന് കരുതി. ട്രെയിന് ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തില്ലാത്തതുകൊണ്ട് സ്ലീപ്പർ ബസ്സിലാണ് പോകുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ സ്ലീപ്പർ ബസ് യാത്രയും ഇതാണ്. എങ്ങനെയുണ്ട് ആദ്യത്തെ സ്ലീപ്പർ ബസ് യാത്ര? ഗൈസ്, ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു, വളരെ സ്കേറിയാണ് ഈ എക്സ്പീരിയൻസ്. ഞങ്ങളൊരു ആണും ഉണ്ട് അപ്പുറത്ത്, ഞങ്ങളുടെ അനിയനാണ്. അയ്യോ അപ്പർ ബർത്തില്. അപ്പം പക്ഷെ അവനൊരു കുട്ടിയാണ്. അപ്പം ഞങ്ങളുടെ ഒരു പെപ്പർ സ്പ്രേ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കാം. അതിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ കാരണം ഞങ്ങളുടെ ട്രെയിൻ ബസ് മിസ്സാവാതായിരുന്നു. അയാൾ ആൾക്ക് കേരളത്തിലത്തെ മലയാളീസിനെ കുറിച്ചൊക്കെ അറിയാം. ആൾക്ക് കേരളത്തിലത്തെ ആൾക്ക് നോർത്ത് ഇന്ത്യൻ്റെ ആക്ടേഴ്സിനെക്കാട്ടിലും ഇഷ്ടം നമ്മുടെ മലയാളി ആക്ടേഴ്സിനെയാണ്. കാരണം അവർ നല്ല ഫ്രണ്ട്ലിയാണ്, അഹങ്കാരമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. മോഹൻ ബാബു എന്നാണ് നമ്മുടെ ലാലേട്ടനെ പറയണത് ഗൈസ്. മമ്മൂക്കാനെ ദുൽഖർ സൽമാനെ അറിയാം, പക്ഷെ മോഹൻ ബാബു എന്നാണ് പറയുന്നത്. പക്ഷെ മോഹൻലാലിനെ കുറിച്ച് നല്ല കോംപ്ലിമെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. മോഹൻലാലിനെ കുറിച്ച് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ നാച്ചുറൽ ആക്ടർ എന്നാണ്. എന്താ ചെയ്യാ? ചേച്ചിയുടെ വ്യൂ എങ്ങനെയുണ്ട്? ചേച്ചിക്ക് വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ സൂപ്പർ. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ്. ബസ് ഇറങ്ങി ഓട്ടോയിലാണ് ഞങ്ങൾ റൂമിലേക്ക് ചെന്നത്. ആ ഓട്ടോ ഡ്രൈവർ ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തിയ ശേഷം ആരെയോ വിളിച്ച് ഓട്ടോയിൽ കയറ്റുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. അല്ലടി, കാറൊക്കെ മെല്ലെ കൊണ്ടുപോയായിരുന്നു. ഇവിടെ വെക്കുകയും ചെയ്യായിരുന്നു. ഗൈസ് ഇതാണ്, ഇല്ല ഗൈസ് ഇതാണ് ഞങ്ങളുടെ റൂം. ഗൈസ് ഇതാണ് ഞങ്ങളുടെ മൂൺ. നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. ഒരു AC ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ ഒരു TV ഉണ്ട്, 2 ചെയർസ് ഉണ്ട്, ടേബിളുണ്ട്, ഒരു ജിത്തുണ്ട്, ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, വാഷ്റൂം. ഇവിടുന്ന് 100 കിലോമീറ്റർ അജന്ത കേവ്സിലേക്കും 30 കിലോമീറ്റർ എല്ലോറ കേവ്സിലേക്കുണ്ട്. അതുകൊണ്ട് ആദ്യം ഏറ്റവും ദൂരെയുള്ള സ്ഥലം കാണാമെന്ന് തീരുമാനിച്ചു. അജന്തയിലേക്ക് ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ പോയത് ഒമ്നി വാനിലാണ്. ബസ് സ്റ്റാൻഡിൽ ചെന്ന് ചോദിച്ചപ്പോൾ 3 മണിക്കൂറാകും അജന്ത എത്താനെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്ന ഞങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്നൊരാൾ കടന്നു വന്നു. 900 രൂപയ്ക്ക് അജന്ത കൊണ്ടുപോകാം 3 പേരെയും. പുതിയ വണ്ടിയാണ്, ഷെയർഡ് ടാക്സിയാണ്. ബാക്കി 5 പേരെയും കൂടി കിട്ടിയാൽ വേഗം പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അജന്തയിലെത്തി. അജന്ത കേവ്സിൻ്റെ ഹിസ്റ്ററി പറയുന്നതിന് മുമ്പ് ഇന്നത്തെ ഞങ്ങളുടെ ഹൊറിബിളായ യാത്രാനുഭവം പറയാം. കണക്ക് പ്രകാരം ബസ്സിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഒമിനിയാണെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതുകൊണ്ട് അവിടെ നിന്ന് വടാപ്പാവൊക്കെ വാങ്ങി വെച്ചു. യാത്രക്കിടെ കഴിക്കാൻ എന്ന് കരുതി. പൈസയും കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിയ ശേഷമാണ് അവർ ഞങ്ങൾക്ക് വണ്ടി കാണിച്ചു തന്നത്. പെട്ടുപോയ അവസ്ഥ. ഇവിടെയും സ്കാമുള്ള കാര്യം അന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ 3 പേരും ബാക്കിലിരിക്കുക എന്ന് പറഞ്ഞു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഓരോ ആളുകളെയായി അവർ വിളിച്ചു കയറ്റുന്നത് കണ്ടു. എനിക്ക് ഫാലിമി മൂവിയിലെ ചില സീനുകളാണ് ഓർമ്മയിൽ വന്നത്.
അജന്ത എത്തിയ ശേഷം അവർ പറഞ്ഞു, ഞങ്ങളെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പോയി കണ്ടുവന്നോളൂ, സെയിം എമൗണ്ട് തന്നാൽ മതിയെന്ന്. 3 പേർക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നോ, പറ്റില്ല എന്ന് പറഞ്ഞ് നടത്തം തുടങ്ങി. എങ്ങനെ തിരിച്ചു പോകുമെന്നൊന്നും അന്നേരം ചിന്തിച്ചതേയില്ല. ആദ്യം തന്നെ ബ്രഞ്ച് കഴിച്ചു. ആലു പരാഠയും പൂരിയും. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷ് ജോർജുകുളങ്ങരയുടെ ലേബറിന്ത്യയിൽ ഞാൻ വായിച്ചറിഞ്ഞതും സഞ്ചാരം വീഡിയോകളിൽ ഞാൻ കണ്ടറിഞ്ഞതായിട്ടുള്ള അജന്ത കേവ്സ് കാണാനുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു. BC 2-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ ഡക്കാൻ പ്രദേശം ഭരിച്ചിരുന്ന ശതവാഹനന്മാരുടെയും വഗാടകന്മാരുടെയും 2 കാലഘട്ടങ്ങളിലാണ് ഈ ഗുഹാചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതെന്ന് ഗവേഷണങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിലവിൽ അജന്തയിൽ 29 ഗുഹകളാണ് കാണപ്പെടുന്നത്. 9, 10, 19, 26 എന്നീ 4 ഒഴികെ വിഹാരങ്ങളാണ്. ഈ 4 ചൈത്യങ്ങളാണ്. ഇപ്പോൾ നിലവിലുള്ളതിലും കൂടുതൽ ചൈത്യങ്ങൾ നിലവിലുണ്ടായിരുന്നെന്നും അവ കാലാന്തരത്തിൽ നശിച്ചതാകാനാണ് സാധ്യത എന്നും ഗവേഷകർ കരുതുന്നുണ്ട്. ഏകദേശം 100ഓളം അടി താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ള 29 ഗുഹകളുണ്ട്. BC 2-ാം നൂറ്റാണ്ടിൽ പണിയാരംഭിച്ച് 7-ാം നൂറ്റാണ്ട് വരെയുള്ള 1000 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഗുഹകൾ തീർത്തതെന്ന് കരുതുന്നു. ഇവ നിലത്ത് നിന്ന് പണിതുയർത്തിയിരിക്കുന്ന നിർമ്മിതികളല്ല. 2 തരം നിർമ്മിതികൾ ഈ ഗുഹാക്ഷേത്രങ്ങളിലുണ്ട്. ഒന്ന് പ്രാർത്ഥനയ്ക്കായി നിർമ്മിച്ചവയും മറ്റൊന്ന് ബുദ്ധഭിക്ഷുക്കൾക്കായി താമസത്തിനുള്ളവയും. പ്രാർത്ഥനയ്ക്കായി നിർമ്മിച്ചവയിൽ ഓരോന്നിലും ബുദ്ധപ്രതിമയുണ്ട്. വിഹാരങ്ങളിൽ ഒരു തളവും അതിനു ചുറ്റും ചെറിയ മുറികളുണ്ട്. ഓരോ വിഹാരത്തോടനുബന്ധിച്ച് ബുദ്ധപ്രതിമയോട് കൂടിയ ഒരു പ്രാർത്ഥനാലയമുണ്ട്. അജന്ത ഗുഹകളിലെ ചിത്രകല വളരെ പ്രസിദ്ധമാണ്. ഗുഹകളിൽ തറയിലൊഴികെ മറ്റെല്ലായിടത്തും ചിത്രങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നു. മുഴുവൻ ഗുഹകളിലെയും ചിത്രങ്ങൾ ഇന്ന് ലഭ്യമായിട്ടില്ല. ബുദ്ധനെക്കുറിച്ചുള്ള ഇതിഹാസങ്ങൾ, പൂർവജന്മ കഥകൾ തുടങ്ങി ബുദ്ധന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും ഈ ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഗുഹയ്ക്കകം ഇരുട്ടായതിനാൽ മിക്ക ചിത്രങ്ങളും പന്തങ്ങളുടെ വെളിച്ചത്തിലായിരുന്നു വരച്ചതെന്ന് കരുതുന്നു. ഇതിനുപയോഗിച്ചിരിക്കുന്ന ചായങ്ങൾ ചെടികളിൽ നിന്നും ധാതുക്കളിൽ നിന്നും നിർമ്മിച്ചതാണ്. ബുദ്ധസങ്കല്പങ്ങളിൽ നിർമ്മിതമായ ശില്പങ്ങളാണ് ഗുഹകളിൽ ഭൂരിഭാഗവും. ബുദ്ധസങ്കല്പത്തോടുള്ള സമീപനങ്ങളിൽ ഐക്യം പ്രകടമാണെങ്കിലും മുഴുവൻ ഗുഹകളിലെയും പ്രതിമകൾ ഒന്നിനോടൊന്ന് സാമ്യമുള്ളവയല്ല. അർദ്ധത്രിമാനാകൃതിയിലാണ് പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗുഹകളെ ഹീനയാനകാലത്തും മഹായാനകാലത്തും നിർമ്മിക്കപ്പെട്ടവയെന്ന് 2 വിഭാഗങ്ങളിലായി മാറ്റാമെന്നാണ് വിദഗ്ധ അഭിപ്രായം. മൊത്തം 29 ഗുഹകളുള്ളതിൽ 8 അപൂർണമാണ്. ഗുഹകൾക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ക്രമപ്രകാരമാണ് എണ്ണിട്ടിട്ടുള്ളത്. പക്ഷേ ആ ക്രമത്തിലല്ല അവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അനുമാനം. ഗുഹകളെ മറ്റൊരു വിധത്തിലും തരംതിരിക്കാം. ചൈത്യാലയങ്ങളെന്നും വിഹാരങ്ങളെന്നും. ചൈത്യാലയങ്ങൾ ആരാധനാലയങ്ങളും വിഹാരങ്ങൾ വിശ്രമത്തിനോ താമസത്തിനോ ഉള്ളവയുമാണ്. 1983 മുതൽ അജന്ത ഗുഹകളെ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.